അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലെ ചെറുഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഇതിന്റെ തുടക്കം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. എന്നതിന് ശേഷം ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു തുടർച്ച കിട്ടും. അപ്പൊ നമ്മുടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചെറു ചരിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സെല്ലു പൊന്നാനി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. യൂസുഫ് നബിയെ കാട്ടിലേക്ക് പോവാൻ യാക്കൂബ് നബി സമ്മതം കൊടുത്തുവെങ്കിലും യാക്കൂബ് നബിക്ക് ഒരു സമാധാനവും ഉണ്ടായില്ല. യാക്കൂബ് നബി തന്റെ മക്കളെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, യൂസുഫിനെ എനിക്ക് കാട്ടിലേക്ക് വിടാൻ തീരെ താല്പര്യമില്ല. അപ്പോൾ മറ്റു മക്കളുടെ മറുപടി ഇപ്രകാരമായിരുന്നു: ഉപ്പ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ ഇത്രയും ചെറുപ്പക്കാരുണ്ട്, യൂസുഫിനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ തിരിച്ചു കൊണ്ടുതരും. അങ്ങനെ അവർ എല്ലാവരും ഉറങ്ങാൻ കിടന്നു. അടുത്ത ദിവസം പുലർന്നാൽ യൂസുഫ് നബിയെ പിരിയേണ്ടി വരുമല്ലോ എന്നോർത്ത് യാക്കൂബ് നബിക്ക് ഉറക്കം വന്നില്ല. എത്ര പെട്ടെന്നാണ് രാത്രി അവസാനിക്കുന്നത് എന്ന് പോലും യാക്കൂബ് നബിക്ക് തോന്നിപ്പോയി. എന്നാൽ യൂസുഫ് നബിക്ക് സന്തോഷം കാരണം എന്താണ് സമയം തീരെ പോകാത്തത് എന്നായിരുന്നു ചിന്തിക്കുന്നത്. അങ്ങനെ നേരം പുലർന്നു. യാക്കൂബ് നബി യൂസുഫ് നബിയെ കുളിപ്പിച്ചു മനോഹരമായ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. അവിടെ പാലും ഭക്ഷണങ്ങളും കൊടുത്തു. യാക്കൂബ് നബി മറ്റു മക്കളുടെ കൂടെ കാട്ടിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു യൂസുഫ് നബിയെ. പോകുന്ന വഴിയിൽ ഒരു സഹോദരൻ യൂസുഫ് നബിയെ തോളിലേറ്റി. മറ്റു സഹോദരങ്ങൾ പല മനോഹരമായ കാഴ്ചകളും കാണിച്ചു കൊടുത്തു. വളരെ പരസ്പര സ്നേഹത്തോടെയാണ് അവർ കാട്ടിലേക്ക് പോയത്. എന്നാൽ കാട്ടിന്റെ മധ്യത്തിലെത്തിയപ്പോൾ സഹോദരന്മാരുടെ സ്വഭാവം മാറി. അവർ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന അവരുടെ ദേഷ്യം പുറത്തേക്ക് വന്നു. തോളിൽ എടുത്തു വെച്ച സഹോദരൻ യൂസുഫ് നബിയെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. മറ്റു ചിലർ യൂസുഫ് നബിയെ അടിക്കുകയും ചവിട്ടുകയും ചെയ്തു. എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാതെ വേദന കൊണ്ട് യൂസുഫ് നബി പൊട്ടിക്കരയുകയായിരുന്നു ചെയ്തത്. ഒരുപാട് ഉപദ്രവിക്കുന്ന സഹോദരന്മാരോട് യൂസുഫ് നബി ചോദിച്ചു, എന്താണ് ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഇത് കേട്ട സഹോദരന്മാരുടെ മറുപടി ഇപ്രകാരമായിരുന്നു: നീ കള്ള സ്വപ്നത്തിന്റെ കഥകൾ പറഞ്ഞു ഞങ്ങൾക്കും കൂടെ ഉപ്പയുടെ അടുത്തുനിന്ന് കിട്ടേണ്ട സ്നേഹം നീ തട്ടിയെടുക്കുകയാണ്. എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ കരയുന്നു. വേദന സഹിക്കവയ്യാതെ ഒരു ഇറ്റു വെള്ളം ചോദിച്ചപ്പോൾ യൂസുഫ് നബിയോട് സഹോദരന്മാർ പറഞ്ഞു, നീ സ്വപ്നത്തിൽ കണ്ട സൂര്യനോടും ചന്ദ്രനോടും നക്ഷത്രങ്ങളോട് ചോദിക്കുമെന്ന്. മർദ്ദനം സഹിക്കവയ്യാതെ ഒരു അവസരത്തിൽ തന്റെ സഹോദരനായ യഹൂദയെ നോക്കി യൂസുഫ് നബി പറഞ്ഞു, എന്നെ ഒന്ന് രക്ഷിക്കൂ. അത് കേട്ട യഹൂദ യൂസുഫ് നബിയുടെ മുഖത്ത് ആഞ്ഞടിച്ചു. അതുവരെ കരഞ്ഞ യൂസുഫ് നബിയുടെ കരച്ചിൽ നിർത്തി പെട്ടെന്ന് തന്നെ ചിരിക്കാൻ തുടങ്ങി. ഇത് കണ്ട സഹോദരൻ യൂസുഫ് നബിയോട് ചോദിച്ചു, നിനക്കെന്താണ് ഭ്രാന്ത് പിടിച്ചോ ഇങ്ങനെ ചിരിക്കാൻ? യൂസുഫ് നബി പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ സഹായിക്കാൻ 11 സഹോദരന്മാരുണ്ടല്ലോ എന്നായിരുന്നു എന്റെ വിശ്വാസം. പക്ഷേ ഇപ്പോൾ അവർ കാരണം തന്നെ ഞാൻ അകപ്പെട്ടത് എന്നോർത്തി ചിരിച്ചതാണ്. ഇതു കേട്ട യഹൂദയുടെ മനസ്സലിഞ്ഞു പോയി. അങ്ങനെ യഹൂദ തറപ്പിച്ചു മറ്റു സഹോദരന്മാരോട് പറഞ്ഞു, ഇനി യൂസുഫിനെ മർദ്ദിക്കരുത് എന്ന്. ഇത് കേട്ട മറ്റു സഹോദരന്മാർ പറഞ്ഞു, നമ്മൾ എല്ലാവരും കൂടെ തീരുമാനിച്ചതാണ് യൂസുഫ് നബിയെ കൊല്ലാമെന്ന്. പിന്നീട് എന്താണ് ഇങ്ങനെ മനസ്സ് മാറാൻ കാരണം? യഹൂദ എന്തു പറഞ്ഞാലും ഞങ്ങൾ ഇവനെ കൊല്ലും. മറ്റു സഹോദരങ്ങൾ പറഞ്ഞു, എന്റെ ശവത്തിൽ ചവിട്ടിയിട്ടല്ലാതെ യൂസുഫിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് നിർബന്ധമാണ് എങ്കിൽ ശദ്ദാദ് പണി കഴിപ്പിച്ച് 400 മുഴം ആഴമുള്ള കിണറ്റിൽ യൂസുഫിനെയെ കെട്ടി താഴ്ത്തുക. വല്ല വഴിയാത്രക്കാരും അവനെ രക്ഷപ്പെടുത്തി ഈ നാട്ടിൽ നിന്ന് തന്നെ കരകടത്തട്ടെ. അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് യൂസുഫിന്റെ ശല്യം ഒഴിവാക്കും. അവസാനം മനസ്സില്ലാ മനസ്സോടെ യഹൂദയുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് കിണറ്റിൽ യൂസുഫ് നബിയെ എറിയാൻ തീരുമാനിച്ചു. സഹോദരങ്ങൾ എല്ലാവരും ചേർന്ന് യൂസുഫ് നബിയുടെ കൈകാലുകൾ കെട്ടി ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ മാറ്റി യൂസുഫ് നബിയെ കിണറ്റിലേക്ക് താഴ്ത്താൻ തുടങ്ങി. ആ സമയത്ത് യൂസുഫ് നബി പറഞ്ഞു, ഞാനില്ലാതെ നിങ്ങൾക്ക് എങ്ങനെ ഉപ്പയെ സമീപിക്കാൻ കഴിയും? ആ രംഗമൊന്ന് ഓർത്തു നോക്കൂ. ആ വാക്കുകൾ കേട്ട സഹോദരങ്ങൾ കെട്ടിയിട്ട കയർ വെട്ടിയിട്ടു. ഒരു ഭീകര ശബ്ദത്തോടു കൂടി യൂസുഫ് നബി താഴേക്കും പതിച്ചു. ഇതിന്റെ തുടർച്ച ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തും. നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.